നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ കൊട്ടിഘോഷിച്ചാണ് നവകേരള ബസ് പൊതുജനങ്ങൾക്കായി നൽകിയത്. വമ്പൻ മാധ്യമപ്പട തന്നെ രംഗത്തുണ്ടായിരുന്നു അതിനു പിന്നിൽ. അങ്ങനെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിസംഘം സഞ്ചരിച്ച ബസ് പൊതുജനങ്ങൾക്കായി ആദ്യ സർവീസ് ആരംഭിച്ചു. പക്ഷേ ബസിന്റെ വാതിൽ കേടായതോടുകൂടി ആദ്യ യാത്ര തന്നെ കല്ലുകടിയായി മാറിയിരിക്കുകയാണ്. ഒടുവിൽ ചരടുകൊണ്ട് വാതിൽ കെട്ടിവെച്ചായിരുന്നു യാത്ര തുടങ്ങിയത്. അതോടെ പലരിലും ചിരി പടർന്നു. ഇന്ന് പുലർച്ചെ 4:30 കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ അന്തർ സംസ്ഥാന സർവീസായ ഗരുഡ പ്രീമിയമായാണ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ ഓട്ടം തുടങ്ങി അല്പം കഴിഞ്ഞതോടെ ഡോറിലെ ഹൈഡ്രോളിക് സംവിധാനം കേടായി തനിയെ തുറന്നു പോവുകയായിരുന്നു. ബലം പ്രയോഗിച്ച് അടച്ച് യാത്ര തുടരാൻ ശ്രമിച്ചുവെങ്കിലും ഇടയ്ക്കിടെ ഡോർ തുറന്നുകൊണ്ടേയിരുന്നു. ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങിയതോടുകൂടി കാരന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തി. തുടർന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവെച്ച് യാത്ര തുടരുകയായിരുന്നു. താമരശ്ശേരിയിൽ ബസിന് സ്വീകരണവും ലഭിച്ചു. VIP ബസ്സിൽ കന്നി യാത്ര നടത്താൻ ടിക്കറ്റ് എടുത്ത് കയറിയ യാത്രക്കാർക്ക് ബസ്സിലെ പ്രശ്നം കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയത്. ഏപ്രിൽ 30-നാണ് സീറ്റ് ബുക്കിംഗിന് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തിയത്. 2 ദിവസം കൊണ്ട് ടിക്കറ്റ് പൂർണ്ണമായും തീർന്നു. 26 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് ബുക്ക് ചെയ്യാനെത്തിയവരാണ് ഏറെയും. 1171 രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക്. താമരശ്ശേരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂരു വഴിയാണ് സർവീസ്. യാത്രക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ ചാർജ് സംവിധാനവും ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലവും ഒക്കെ തന്നെ ഉണ്ട്. മന്ത്രിമാരിരുന്ന സീറ്റുകളെല്ലാം മാറ്റി പുതിയ പുഷ് പാക്ക് സീറ്റുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ബസ്സിലുണ്ടായിരുന്ന ടോയ്ലറ്റും ലിഫ്റ്റും നിലവിൽ അങ്ങനെ തന്നെ അതിലുണ്ട്. ഓൺലൈൻ റിസർവേഷൻ സൗകര്യമുള്ള ബസ്സിൽ കോഴിക്കോട്, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂരു, ബാംഗ്ലൂരു സ്റ്റാൻഡിലാണ് സ്റ്റോപ്പ് ഉള്ളത്. സർവീസിന് 1171 രൂപയാണ് സെസ് അടക്കമുള്ള സർവീസിന്റെ നിരക്ക്. AC ബസ്സുകൾക്കുള്ള 5% ലക്ഷറി ടാക്സും നൽകണം. ബുധനാഴ്ച വൈകിട്ടാണ് ബസ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് സർവീസിനായി യാത്ര തിരിച്ചിരിക്കുന്നത്. ആധുനിക രീതിയിൽ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ 26 പുഷ് പാക്ക് സീറ്റുകളാണുള്ളത്. ഫുട്ബോർഡ് ഉപയോഗിക്കുവാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് മാത്രം ബസ്സിനുള്ളിൽ കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്. കൂടാതെ യാത്രക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം ഒക്കെ തന്നെ ഉണ്ട്. വാഷ് ബേസിന് തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജിംഗ് സംവിധാനം, അങ്ങനെ അത്യാഡംബര സൗകര്യങ്ങൾ എന്ന് പറഞ്ഞ് സാധാരണഗതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പണം ഒരല്പം കൂടുതലാണെങ്കിലും നവകേരള ബസ്സിന് ഒന്ന് യാത്ര ചെയ്യണമെന്ന് മോഹിച്ചതിനവരാണ് ഏറെ പേരും. എത്രയും വേഗം ഡോറിന്റെ പ്രശ്നം പരിഹരിച്ച് സ്ഥിരം യാത്ര തുടരുമെന്നാണ് മനസ്സിലാകുന്നത്.